എന്താ നീ പറയുന്നേ? ദേവികയുടെ അച്ഛനെ ഈശ്വര പറഞ്ഞില്ലേ അമ്മേ, വിധി എന്നെ കൊണ്ട് കുറന്ന് ചെയ്യിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഋഷിയുടെ ഫ്രണ്ട്സ് വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കി. എന്നെ അവര് പിറകെ നടന്ന് ആക്രമിക്കുക. നിവൃത്തിയില്ലാതെ അവരെ നേരിടുമ്പോ അതിനിടയിലേക്ക് ദേവിയുടെ അച്ഛൻ വന്ന് കയറിയതാ. അച്ഛൻ നിലവിളിച്ച് താഴെ വീണപ്പോഴാ എനിക്ക് പരിസരബോധം വന്നേ. ഗിരിശേട്ടൻ അപ്പോഴേക്കും അവിടെ വന്നു. ഋഷിയുടെ കൂട്ടുകാരും പിന്നെ എന്നെ തല്ലാൻ വന്നു. ഞാൻ ഓടിപ്പോരുമായിരുന്നു. അമ്മേ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലെന്ന് തോന്നുക, അല്ലെങ്കിൽ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോണം. ശരി, പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നേ? ഞങ്ങളും ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം അമ്മേ? ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. രാത്രി ഉറക്കമില്ല. പകലൊന്നും ചെയ്യാനും തോന്നുന്നില്ല. മോനെ, ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ വിട്ടു പോകുമ്പോ ഊണും ഉറക്കം ഒക്കെ ഇല്ലാതാവും. അമ്മേ, ഇതിപ്പോ എന്തായാലും കേസാവും. ദേവിയുടെ അച്ഛനെ ഞാൻ മനഃപൂർവ്വം അപായപ്പെടുത്തിയെന്നായിരിക്കും ദേവി ശാരിയൊക്കെ കരുതാൻ പോകുന്നത്. അച്ഛനും അങ്ങനെ കരുതൂ.